നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നോടൊപ്പം ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം പിന്നിലായി. ഈ വാക്കുകൾ കേൾക്കുന്നവരിൽ പലരും നിശബ്ദരായി തല കുലുക്കുന്നുണ്ടാകും. പക്ഷേ കേൾക്കൂ, ജീവിതത്തിൻ്റെ ഒരു വലിയ രഹസ്യം പലരും വൈകിയാണ് മനസ്സിലാക്കുന്നത്. ജനക്കൂട്ടം പലപ്പോഴും യാത്ര തുടങ്ങും, പക്ഷേ ചരിത്രം സൃഷ്ടിക്കുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് നടക്കുവാൻ ധൈര്യമുള്ളവരാണ്. നിങ്ങളൊരു സിനിമ കഥ ഒരു മനസ്സിൽ കണ്ടു നോക്കൂ. രാത്രി സമയം, ചെറിയൊരു ഗ്രാമം, മണ്ണ് വഴിയിട്ട സ്ഥലം. ആ ചുലം മുഴുവൻ മണ്ണുകൊണ്ടുള്ളതാണ്. ചുറ്റും കൂറ്റാക്കൂറ്റിരുട്ട്. 10 പേർ വീടിനുള്ളിൽ ഇരുന്ന് പറയുന്നു, ഇത്ര ഇരുട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ചെറിയ വിളക്കെടുത്ത് വീടിന് പുറത്തേക്ക് നടന്നു. ആദ്യത്തെ ആളുകൾ അവനെ നോക്കി ചിരിക്കും, ഇവന് വട്ടാണോ? 10 മിനിറ്റ് കഴിഞ്ഞ് 2 പേർ അവൻ്റെ പിന്നാലെ നടക്കും. അരമണിക്കൂർ കഴിഞ്ഞ് 5 പേർ, അവസാനം എല്ലാവരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ ചുവട് വെച്ചത് ഒരാളായിരുന്നു. ഇവിടെയാണ് ചാണക്കേണ്ട ചിന്തകൾ നമ്മളെ തൊടുന്നത്. ഒരു ആശയമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവൻ എപ്പോഴും ദുർബലനായിരിക്കും. സഹായം വാങ്ങരുത് എന്നല്ല, പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം എപ്പോഴും. ഇന്നത്തെ കാലത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ചിലർ ചോദിക്കും, എത്ര ലൈക്ക് കിട്ടി? ഒരു ഫോട്ടോ ഇട്ടാൽ ആരും കമൻറ്റ് ചെയ്തില്ലേ? പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നാൽ ഞാനും കൂടെ വരാം. ജിമ്മിൽ പോകുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പോകാം. പക്ഷേ കേൾക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾക്കൊപ്പം ആരും വരില്ല. ചില വഴികളിൽ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര നടത്തേണ്ടി വരും, ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടിയും വരും. സ്വാമി വിവേകാനന്ദൻ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. അദ്ദേഹം പറഞ്ഞ ആശയത്തിൻ്റെ ആത്മാവ് ഇതായിരുന്നു: ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കാരണം വലിയ യാത്രകൾ പലപ്പോഴും ഒറ്റയ്ക്കും നിശബ്ദവുമായിരിക്കും. ഒരു നാടൻ കഥ പറഞ്ഞാലോ? ഒരു ചെറിയ കഴുകൻ കുഞ്ഞുണ്ടായിരുന്നു. അത് എപ്പോഴും അമ്മയുടെ ചിറകിനടിയിൽ ഇരിക്കുകയായിരിക്കും. ഒരു ദിവസം അതിനെ കൂട്ടിൽ നിന്ന് തള്ളിയിട്ടു. ആ കുഞ്ഞ് ഭയന്നു, കരഞ്ഞു, ഞാൻ വീഴും, ഞാൻ മരിക്കും. അത് ചിറകുകൾ അടിച്ചു, വീണ്ടും അടിച്ചു, വീണ്ടും വീണ്ടും. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി? അത് വീണില്ല, അത് പറക്കുവാൻ തുടങ്ങി. ജീവിതവും അതുപോലെയാണ്. ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് അത് നമുക്കുള്ള ശിക്ഷയല്ല, അത് പറക്കാൻ പഠിപ്പിക്കുന്ന ഒരു പരിശീലനമാണ്. ഒരു വലിയ സത്യം പറയാം, സ്കൂളിൽ എല്ലാവരും കൈയടിക്കും, സ്കൂളിൽ സുഹൃത്തുക്കൾ ചുറ്റുമുണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ ചില പരീക്ഷകൾ ഒറ്റയ്ക്കാണ് എഴുതേണ്ടത്. ഭയം വന്നാലും നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. പരാജയം വന്നാലും നിങ്ങൾ തന്നെയാണ് എഴുന്നേൽക്കേണ്ടത്. രാത്രിയിൽ ഉറക്കം പോകുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അവിടേക്ക് ആരും വന്ന് സഹായിക്കില്ല, ആരും വന്ന് പരീക്ഷ എഴുതി കൊടുക്കില്ല. നിങ്ങൾ തനിച്ചായിരിക്കും. ബ്രൂസ് പറഞ്ഞ ഒരു ആശയം ഇവിടെ ഞാൻ പറയുകയാണ്: എളുപ്പമുള്ള ജീവിതത്തിനായി ആരും പ്രാർത്ഥിക്കരുത്, ശക്തനാകാൻ പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാറ്റില്ലാത്ത സമുദ്രം നല്ലൊരു നാവികനെ ഉണ്ടാക്കില്ല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ശക്തനായ ഒരു മനുഷ്യനെയും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. ഒറ്റയ്ക്ക് നടക്കുന്നു എന്നത് ഒറ്റപ്പെട്ടവനാകുന്നു എന്നതല്ല പറയുന്നത്. ഒറ്റയ്ക്ക് നടക്കുന്നു എന്നത് സ്വന്തം ദിശ അറിയുന്ന എന്ന അർത്ഥത്തിലാണ്. കാരണം ജനക്കൂട്ടത്തിൻ്റെ സ്വഭാവമുണ്ട്. അവർ ആദ്യം ചോദിക്കും, ഇത് നടക്കുമോ? പിന്നെ ചോദിക്കും, ഇത് എങ്ങനെയാണ് നടന്നത്? അവസാനം ചോദിക്കും, ഞങ്ങളും നിൻ്റെ കൂടെ വരട്ടെ. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിലത് പറയാം. ഒറ്റയ്ക്ക് നടക്കുവാൻ പഠിച്ച ദിവസം മുഴുവൻ നിങ്ങൾ ദുർബലനല്ല, നിങ്ങൾ ശക്തനാണ്. കാരണം തണലിൽ വളരുന്ന ചെടിക്ക് വേരുകൾ ആഴത്തിൽ പോകണമെന്നില്ല. പക്ഷേ ചൂടും മഴയും കാറ്റും നേരിട്ട ചെറിയ ചെടിയാണ് വലിയ വൃക്ഷമായി മാറുന്നത്. അതിനാൽ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ. ആരെങ്കിലും കൂടെ വന്നാൽ സന്തോഷം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുവടുകൾ മുന്നോട്ട് തന്നെ പോകണം. അത് നിർത്തേണ്ട കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.